മലപ്പുറം കാളികാവിലെ കടുവ ദൗത്യം ആ ദൗത്യം ഇതിപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കടുവയുടെ സഞ്ചാരപഥം കണ്ടെത്താൻ കഴിയാത്തതാണ് നിലവിലെ ഈ തിരച്ചിലിന് പ്രതിസന്ധി എന്നാണ് പറയുന്നത്. പുതിയ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളിലെ ദൃശ്യങ്ങളൊക്കെ ഇന്നിപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഈ ദൗത്യത്തിനിടയിൽ സ്ഥലം മാറ്റിയ നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാൽ ഇന്ന് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയുമുണ്ട്. അപ്പോൾ ശാന്തകുമാർ വെള്ളാലത്തുണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ദൗത്യം 5-ാം ദിവസത്തിലേക്ക് എത്തുന്നു. പക്ഷേ കടുവയെ ഇനിയും, നരഭോജി കടുവയെ ഇനിയും കൂട്ടിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? ഈ കുങ്കിയാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാപ്പാന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ DFOനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ ഇന്നലെ അരുൺ സക്കറിയ ഒരു ചെറിയ പരിഭവമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് കൂടി? സേതു, കടുവ ദൗത്യം ഇന്ന് തുടരുക തന്നെയാണ്. ഇന്ന് 5-ാമത്തെ ദിവസമാണ് കടുവയുടെ തെരച്ചിൽ ആരംഭിച്ചിട്ട്. വിവിധ സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം തന്നെ വനംവകുപ്പ് അധികൃതർ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വയനാട്ടിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ കടുവയെ പിടികൂടുന്നത് കണ്ടതുപോലുള്ള ഒരു വനമേഖലയല്ല ഈ പ്രദേശം. ഈ കാളികാവ് ഈ റാവുത്താൻ കാടിനോട് ചേർന്ന് സൈലന്റ് വാലി വനമേഖലയാണ്. ഒപ്പം തന്നെ 2 മലകൾ സമീപത്തായിട്ടുണ്ട്. ഇവിടെയെല്ലാം എത്തിപ്പെടുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തന്നെയാണ്. സാധാരണ ചെറിയ കാടുകളല്ല, വലിയ മരങ്ങൾ അതുപോലെ തന്നെ വലിയ അടിക്കാടുകളെല്ലാം ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിലിനെ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. 50 ക്യാമറകൾ ആദ്യ ദിവസം തന്നെ സ്ഥാപിച്ചിരുന്നു. അതിൽ 3-ാമത്തെ ദിവസമാണ് അതിൽ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് അവർക്ക് സ്ഥിരീകരിക്കാനായത്. അതൊരു 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകടുവയാണെന്നും ഇത് സൈലന്റ് വാലി വനമേഖലയിലെ വനവകുപ്പിന്റെ ഡാറ്റാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കടുവയാണെന്നും കണ്ടെത്താൻ വിലയിരുത്താനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവയെല്ലാം പരിശോധിക്കുന്നത് ഇന്ന് വീണ്ടും ആരംഭിക്കും. രാവിലെ 6 മണിയോടുകൂടി ഈ 60-അംഗ സംഘം അങ്ങ് ഈ വനമേഖലയിലേക്ക് തെരച്ചിലിന് വേണ്ടി പോയി. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ ക്യാമറകളിലെ പരിശോധന ആരംഭിക്കുക. അതിന് ഏകദേശം ഒരു 11-11:30 മണിയോടുകൂടി മാത്രമേ അതിലെ ഒരു റിസൾട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ 3 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 3 കൂടുകളിൽ കടുവകൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ അതിൻ്റെ ഒരു റിസൾട്ട് ഒരു 9 മണിയോടുകൂടി അറിയാൻ കഴിയും. അങ്ങനെ ഒരു വലിയ തെരച്ചിൽ ദൗത്യം അതിന്റെ ഒരു സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പറഞ്ഞതുപോലെ വലിയ ദൗത്യമാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്നു. കടുവയുടെ ഇനി സഞ്ചാരപഥമൊക്കെ കണ്ടെത്തിയുള്ള തിരച്ചിലാവും മുന്നോട്ട് പോവുക. ഒരാളുടെ ജീവനെടുത്ത നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിലാണ് കാളികാവിൽ നടക്കുന്നത്.